എല്ലാവർക്കും നമസ്കാരം പ്രിയരെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് വരാനുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിച്ചില്ലെങ്കിൽ സമൂഹ മനസാക്ഷിക്ക് യോജിച്ച കാര്യമല്ല എന്ന് പൂർണ്ണമായിട്ട് ബോധ്യമായ കാരണമാണ് ഇന്ന് ഞാൻ വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടം നേരിടുന്ന ചാനലുകാരുടെ സെക്സ് ബോംബുകൾക്ക് ജനങ്ങൾ കീഴ്പ്പെട്ട് പോകരുത് എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒന്നോടെ ഇന്ന് അടിവേര് ഉറപ്പിച്ച് പറയാനായിട്ടാണ്. ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കുക, സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി തച്ചടയ്ക്കുക. ഈ ഇലക്ഷൻ അടുത്തപ്പോഴാണ് അവീത ഗർഭത്തിൻ്റെ പേരും പറഞ്ഞ് ഈ ഗർഭം രാഹുൽ മാങ്കൂട്ടം പേറണം, ഇത് രാഹുൽ മാങ്കൂട്ടം ചുമക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ മൊത്തം ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ നമ്മൾ അതിനെതിരായിട്ട് ശക്തമായ വീഡിയോ ചെയ്തിരുന്നു. അത് വളരെയധികം ജനങ്ങളത് ഉൾക്കൊള്ളുകയും ചെയ്തു. വളരെയധികം സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത്. ഇന്നും നമ്മൾ ഈ കാര്യം തന്നെയാണ് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ സ്ത്രീ പരാതിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് 20 ഷീറ്റ് അടങ്ങുന്ന ഒരു പരാതി എഴുതി കൊടുത്തു എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ആ കേസിന് മൂല്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. കാരണം ഈ സ്ത്രീ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ്. വിവാഹം കഴിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് കൂടി താമസിക്കുന്ന ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു, ഗർഭമുണ്ടാക്കി, ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൂട്ടുകാരൻ വഴി എത്തിച്ചു എന്ന് പറഞ്ഞ് വളരെയധികം കിംവദന്തികൾ റിപ്പോർട്ടർ ചാനൽ 24 പോലെയുള്ള ന്യൂസ് ചാനലിൽ കൂടെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നാളിതുവരെയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർത്ത് മഞ്ഞപ്പത്രം പോലും കാണിക്കാത്ത, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വാർത്തകളാണ് ജനങ്ങളിലേക്ക് ഈ 24ഉം അതുപോലെ തന്നെ ഈ റിപ്പോർട്ടർ ചാനൽ എത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഇങ്ങനെയുള്ള ചാനലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ റിപ്പോർട്ട് അടിച്ചു വിടുക. കാരണം സത്യസന്ധവും നീതിപൂർവമല്ലാത്ത ഒരു വാർത്താ പ്രചരണം ചാനലുകാർ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹ മനസാക്ഷിയോടെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നീതിപൂർവമായ ഒരു ചാനൽ പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ അവിടെ കൂടുതൽ സത്യസന്ധമായ കാര്യങ്ങളാണ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ടത്. ഇതൊരു 1 മാൻ ഷോ എന്ന പോലെ തന്നെ വളരെയധികം കിംവദന്തികളാണ് ചാനലുകാർ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഇതിനുള്ളൂ. ഇതിന് ചാനലുകാർ കുട പിടിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് സത്യം. ഈ കേസ് ഒരിക്കലും നിലനിൽക്കത്തില്ല. കാരണം ഈ സ്ത്രീ ഒരു വിവാഹം കഴിച്ചൊരു സ്ത്രീയാണ്, ഭർത്താവുണ്ട്. എന്തുകൊണ്ട് ഈ സ്ത്രീ വിവാഹത്തിന് മുമ്പ് കോടതിയിൽ അല്ലെങ്കിൽ സ്റ്റേഷനിലോ പരാതിപ്പെട്ടില്ല, അല്ലെങ്കിൽ വിവാഹം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പോ ഭാവി ഭരണോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇവർക്ക് കോടതിയിൽ അഭയം പ്രാപിക്കായിരുന്നു, അല്ലെങ്കിൽ സ്റ്റേഷനിൽ പരാതി കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ വനിതാ സെല്ലിൽ പരാതി കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഭർത്താവുമായിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് ഈ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് പോയി കേസ് കൊടുക്കായിരുന്നു. ഇതൊന്നും ഇവർ നടത്തിയില്ല. ഇപ്പോൾ ഈ ഇലക്ഷൻ അടുത്ത സമയത്താണ് ഇവർ വളരെയധികം കിംവദന്തികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. കിംവദന്തി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഗർഭചിത്രത്തിന് അടിമപ്പെടേണ്ട വന്നു എന്ന് പറയുന്ന ഈ സ്ത്രീ കുറ്റക്കാരിയാണ്. കാരണം ഈ ഒരു കൊച്ചിനെ എന്തിനാണ് ഇവർ കൊല്ലാനായിട്ട് ശ്രമിച്ചത്? അല്ലെങ്കിൽ ഈ ഭർത്താവും അതിന് കൂട്ടുനിൽക്കുകയല്ലേ ചെയ്തത്? എന്താണേലും ഇവർ രണ്ടുപേരും അങ്ങനെ നടത്തിയെങ്കിൽ ഈ ഭർത്താവും ഈ സ്ത്രീക്കൊപ്പം തന്നെ കുറ്റക്കാരനാണ്. കോടതിയിൽ ഈ കാര്യങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും. എന്താണേലും സത്യസന്ധവും നീതിപൂർവവുമായ ഒരു വാർത്തകളാണ് ജനങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തെ തച്ചടയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ചാനലുകാരുടെ ഭാഗത്തുനിന്ന് നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഇങ്ങനെയുള്ള ചാനൽ ബഹിഷ്കരിക്കുക. നാടിന് നന്മകൾ ചെയ്യുന്ന ചാനലുകാരെ നിങ്ങൾ അംഗീകരിക്കുക. നമ്മുടെ നാടിന് എന്താണ് സംഭവിച്ചത്? നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നില്ല? കാരണം എന്ത് ജോലി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം ഈ ദുഷിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഏത് വഴിക്ക് പോയാലും, ഏത് നാട്ടിൽ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാലും പ്രായമുള്ള കാരണവന്മാർ മാത്രമേ വീട്ടിൽ തങ്ങുന്നുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു നാടായി മാറിയിരിക്കുന്നു. കൊല്ലും കൊലയും രാഷ്ട്രീയവും എല്ലാം ഇടപഴകി ഈ നാടിനെ നശിപ്പിക്കുന്ന രീതിയിൽ സത്യസന്ധമല്ലാത്ത ഒരു പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം ചെറുപ്പക്കാർ 10-45 വയസ്സുള്ള ചെറുപ്പക്കാർ പെടഞ്ഞു വീണ് മരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? നമ്മുടെ നാട്ടിൽ വിഷമയമായ ഭക്ഷണ പാനീയ പദാർത്ഥങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളോ ഒരു ചർച്ചകളൊന്നും ചാനലുകാർ നടത്തുന്നില്ല. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ എങ്ങനെ നാട്ടിൽ നമുക്ക് നിലനിർത്താൻ പറ്റും? ഈ നാട്ടിൽ എങ്ങനെ ഒരു സ്ഥിരമായിട്ട് ഒരു ജോലി
കിട്ടുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ ചാനലുകാരും പറയുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തെ എന്താണെങ്കിലും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുകയാണ്. നാടിൻ്റെ ഭാവി വ്യക്തമായിട്ട് മനസ്സിലാക്കിയാക്കുന്ന കാരണം ഈ നാട് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് പ്രത്യേകിച്ച് കേരളം ബംഗാൾ പോലെ ആയി പോകുമെന്ന് ഈ ചെറുപ്പക്കാരനും അതുപോലെ ഷാഫി പറമ്പലിനും വ്യക്തമായിട്ട് ബോധ്യമുള്ള കാരണമാണ് ഇവരിറങ്ങി തിരിച്ചിരുന്നത്. പക്ഷേ ഇവരെ തല പൊങ്ങാനായിട്ട് സമ്മതിക്കുന്നില്ല. സ്ത്രീ വിഷയത്തിൻ്റെ പേർക്ക് ഇല്ലാ കഥകളെ പറഞ്ഞ് ഇനി അഥവാ ഈ സ്ത്രീയുമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ അതിന് എന്തിനീ സ്ത്രീ ഈ കൂട്ടുനിന്നു എന്നാണ് ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടം ഒരു വിവാഹം കഴിക്കാത്ത ഒരു പുരുഷനാണ്. അതുപോലെ ഈ സ്ത്രീയാണ് വിവാഹം കഴിച്ചതാണ്. ഈ വിവാഹം കഴിച്ച സ്ത്രീ ഈ ഭർത്താവിനെ വഞ്ചിക്കുകയല്ലേ ചെയ്തത്. ഈ സമൂഹ മനസാക്ഷിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ സ്ത്രീ വിവാഹം കഴിച്ചതല്ലെങ്കിൽ ഈ കാര്യം നമുക്ക് അംഗീകരിച്ചാൽ പറ്റുള്ളൂ. പക്ഷേ ഈ സ്ത്രീ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീ കല്യാണം കഴിച്ച സ്ത്രീ എന്തിനാണ് ഈ കല്യാണം കഴിച്ച സ്ത്രീ ചതിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തെ തന്നെയല്ലേ. മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റി ഈ രാഹുൽ മാങ്കൂട്ടത്തെ അടുപ്പിച്ച് ഒരു സ്ത്രീ വിഷയത്തിലേക്ക് പെടുത്താനായിട്ട് ശ്രമിക്കുകയല്ലേ ചെയ്ത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്താണ് അതിൻ്റെ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് പോകും എന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൂടാതെ ഗർഭചിത്രത്തിനുള്ള ഗുളിക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്രണ്ട് വഴി എത്തിച്ചു എന്നുള്ള കിംവദന്തികൾ പറഞ്ഞ് പരത്തുകയാണ്. ഇപ്പോൾ കാണിക്കാൻ പോകുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു വാർത്തയാണ്. ഈ വാർത്തയ്ക്കകത്ത് ഈ സ്ത്രീ വിവാഹം കഴിച്ചു എന്നൊരു കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചത്. കാരണം വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തയ്ക്ക് മൂല്യം കിട്ടിയാല എന്ന് ഇവർക്ക് ബോധ്യമുള്ള കാരണമാണ് ഈ വിവാഹത്തിനെക്കുറിച്ച് ഈ സ്ത്രീ വിവാഹം കഴിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയാത്തത്. ഈ കഴിഞ്ഞ നാൾ ഈ 90 ദിവസം മുമ്പും ഈ വാർത്തകൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ശക്തമായ വാർത്തകൾ ഈ ചാനലുകാർ നിരന്തരം ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെയും ഈ ചാനലിൻ്റെയും ഒക്കെ പ്ലാറ്റ്ഫോം അതാണ്. നമുക്ക് സബ്സ്ക്രൈബർ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ റിപ്പോർട്ടർ ചാനൽ സബ്സ്ക്രൈബർ കൂടുതലുണ്ട്. കുറച്ച് സബ്സ്ക്രൈബർ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളെ പൊട്ടന്മാരാക്കാം എന്നുള്ള ചിന്ത നിങ്ങൾ അങ്ങ് വിട്ടേരെ. അത് നടപടിയുള്ള കാര്യമില്ല. സത്യസന്ധമുള്ള വാർത്തകളാണെങ്കിൽ ജനങ്ങൾ അത് 2 കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. നമുക്ക് ഈ വാർത്തകളിലേക്ക് പോകാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പോലീസ് കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി ശ്രീകണ്ഠൻ നായരാണ് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന വകുപ്പ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സത്യസന്ധമല്ലാത്ത രീതിയിലുള്ള വാർത്തകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ഇവർ ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നാടിനെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പോലീസ് കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാഹുൽ ഒളിവില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഷെബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേരും. അതുപോലെ പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരും. അതുപോലെ പത്തനംതിട്ടയിലെ രാഹുലിന്റെ കടമ്പനാട്ടുള്ള വീടിന് മുന്നിൽ നിന്ന് എ.വി. ജയശങ്കർ കൂടി ചേരുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ആദ്യം ഷെബീദ് റാവുത്തറിലേക്ക്. ഷെബീദ്, ഗുഡ് മോർണിംഗ്. ഷെബീദ്, യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്? പോലീസ് വളരെ ചടുലമായി മുന്നോട്ട് നീങ്ങുന്നുവെന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാര്യത്തിൽ? ഇത് രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. കൃത്യമായിട്ട് തന്നെ ഇത് ഭീമമായ ഒരു എമൗണ്ട് മേടിച്ചുകൊണ്ട് ഈ കേരളത്തെ തച്ചടയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം തന്നെ ഈ പ്രത്യേകിച്ച് ഈ 24 ന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിവേഗ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഈ പരാതിയുമായി, അതായത് ഇതുവരെ മുഖമില്ലാതിരുന്ന ഒരു പരാതി, ആ മുഖമില്ലാതിരുന്ന അതിജീവിത അവർ മുഖ്യമന്ത്രിയെ കണ്ടത് മുതൽ ഇങ്ങോട്ടേക്ക് നടന്നതൊക്കെ ഈ അതിജീവിത എന്ന് വാക്ക് പറയാനായിട്ട് എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? കാരണം ഈ സ്ത്രീയെ കല്യാണം കഴിച്ച് ഭർത്താവുമൊത്താണ് ജീവിക്കുന്നത്. 1 വർഷക്കാലമായിട്ട് ഭർത്താവുമൊത്താണ് ജീവിച്ചത്. പിന്നെ ഇങ്ങനെയാണ് അതിജീവിത എന്നൊരു പേര് വരുന്നത്. പക്ഷേ സംസ്ഥാന ചരിത്രത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ നമ്മൾ കാണുന്ന വേഗതയേറിയിട്ടുള്ള ഒരു പോലീസ് നടപടിയെ നമുക്കതിനെ കാണാൻ കഴിയും. കാരണം അത്രയ്ക്ക് ഗൗരവത്തിൽ സർക്കാർ ഈ പരാതിയെ കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് 4:30 അത്രയ്ക്ക് ഗൗരവത്തോടു കൂടി സർക്കാർ ഈ പരാതിയെ കാണുന്നെങ്കിൽ ഇതിനേക്കാളും വാർത്താ മൂല്യമുള്ള, വാർത്താ പ്രാധാന്യമുള്ള വളരെയധികം വാർത്തകൾ എന്തുകൊണ്ട് ഇവർ മുക്കുന്നു? പ്രത്യേകിച്ച് ശബരിമലയിൽ കാണാതെ പോയ സ്വർണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ വാർത്തകൾ മുക്കാനായിട്ടാണ് ഇങ്ങനെയൊരു വാർത്തകളുമായിട്ട് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിലെത്തി നേരിൽ കണ്ട് ഈ പെൺകുട്ടി പരാതി നൽകുന്നത് മുഖ്യമന്ത്രിയുമായി 8 മണിക്കൂറിലധികം 8 മിനിറ്റിലധികം ഈ പെൺകുട്ടി സംസാരിക്കുകയും ചെയ്തു.
ആദ്യം 8 മണിക്കൂർ എന്ന് പറഞ്ഞു, പിന്നെ ക്ഷമിക്കണം, പിന്നെ അത് 8 മിനിറ്റ് ആക്കി. അങ്ങ് പറഞ്ഞങ്ങ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല ജനങ്ങളിലേക്ക്. ഇവർ മടങ്ങിയ ഇവർ രണ്ടുപേരും സെക്രട്ടറിയിൽ ഇറങ്ങി പിന്നാലെ സംസ്ഥാനത്തിന്റെ ക്രൈംബ്രാഞ്ച് മേധാവി അവിടേക്ക് നേരിട്ടെത്തി ഇതുവരെയുള്ള, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വം നടന്ന അന്വേഷണത്തിന്റെ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നു. ആ പരാതി പിന്നീട് പോലീസ് മേധാവി തിരുവനന്തപുരം റൂറൽ SP-ക്ക്, അതായത് പെൺകുട്ടി താമസിക്കുന്ന പെൺകുട്ടിയുടെ വീട് വരുന്ന ആ പരിധിയിൽ വരുന്ന തിരുവനന്തപുരം റൂറലിലാണ്, തിരുവനന്തപുരം റൂറൽ SP-ക്ക് കൈമാറി. ഏതാണ്ട് 5 മണിക്കൂറോളം സമയം ഈ പെൺകുട്ടിയുടെ മൊഴി ഇന്നലെ വൈകിട്ട് 7:30 മുതൽ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം FIR അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്നലെ രാത്രി തന്നെ കടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ തന്നെ വലിയമല പോലീസ് സ്റ്റേഷനിലാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഈ FIR-ൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റങ്ങൾ അത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നീ. ഈ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ സ്ത്രീക്ക് പിന്നെ എന്തിനാ വിവാഹ വാഗ്ദാനത്തിന്റെ ആവശ്യം? ഇവള് ഓൾറെഡി രാഹുൽ മാങ്കൂട്ടത്തെ ചതിക്കുകയല്ലേ ചെയ്തേ? കുറ്റങ്ങളാണ് നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR-ൽ ചുമത്തിയിരിക്കുന്നത്. ഈ പെൺകുട്ടി ഇന്നലെ നൽകിയിരിക്കുന്ന മൊഴി അത് ഏതാണ്ട് 20 പേജോളം ഉണ്ട്. തിരുവനന്തപുരം റൂറൽ SP-യുടെ നേതൃത്വത്തിലായിരുന്നു ആ മൊഴി രേഖപ്പെടുത്തിയത്. 20 പേജ് വരുന്ന മൊഴിയാണ് പെൺകുട്ടി പോലീസിന് നൽകിയത്. മൊഴിയെടുക്കൽ 5.5 മണിക്കൂർ നീണ്ടു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള. ഈ പെൺകുട്ടി എങ്ങനെയാവുന്നേ? ഈ സ്ത്രീ ഒരു കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു യുവതിയാണ്. അപ്പോൾ യുവതി എന്ന് പറഞ്ഞാൽ പോരെ ഇവർക്ക്? ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി, ഇതിനായി ഭീഷണിപ്പെടുത്തിയെന്ന പെൺകുട്ടി മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ഗർഭചിത്രം നടത്തിയത് ഗുളിക കഴിച്ചാണ്. രാഹുലിന്റെ സുഹൃത്താണ് ഗുളിക എത്തിച്ചു നൽകിയത്. ഗുളിക കഴിച്ചു എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോളിലൂടെ ഉറപ്പാക്കി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിവാഹ വീഡിയോ കോളിലൂടെ രാഹുൽ മാങ്കൂട്ടം ഉറപ്പാക്കി നൽകി പീഡിപ്പിച്ചു അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടിയിലേക്ക് കടക്കുകയാണ്. വലിയമല സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന FIR നേമം സ്റ്റേഷനിലേക്ക്, അതായത് ഈ കേസിന്റെ സാങ്കേതികമായിട്ടുള്ള നടത്തിപ്പിനായി നേമം സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. പോലീസ് തലപ്പത്ത് തിരക്കിട്ട ചില ആലോചനകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിന്റെ അന്വേഷണം അത് ഒരു വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്താനുള്ള നീക്കങ്ങൾ, ആലോചനകൾ അത് തീരുമാനമായി ഒരു പക്ഷേ ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നേക്കുമെന്നുള്ള സൂചനകൾ അത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് വരുന്നുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുരുക്ക് മുറുകി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പെൺകുട്ടി ആ പരാതി കൃത്യമായി നൽകിയിരിക്കുന്നു, മൊഴി നൽകിയിരിക്കുന്നു, പോലീസ് ആ മൊഴി രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് ഇന്ന് തന്നെ പോലീസ് കടക്കും. അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാനാണ് നിലവിൽ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഈ കേസിന്റെ അന്വേഷണ പുരോഗതിയും അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയും വഹിക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയം. ഇന്നലെ വൈകിട്ട് ഈ വാർത്ത നമ്മൾ നൽകിയതിന് പിന്നാലെ പാലക്കാടായിരുന്ന രാഹുൽ, പാലക്കാട് സജീവമായി പ്രചരണ പരിപാടിയിൽ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് അപ്രത്യക്ഷനായി. അദ്ദേഹം ഒളിവിൽ പോയി ഹൈക്കോടതിയിലെ അപ്രത്യക്ഷനായി അങ്ങ് ആകാശത്തേക്ക് നൂലേലങ്ങ് കയറിപ്പോയി. അഭിഭാഷകരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ച തരത്തിലേക്കുള്ള വിവരങ്ങൾ അത് പുറത്തു വരുന്നുണ്ട്. അദ്ദേഹവും മുൻകൂർ ജാമ്യം എന്ന രീതിയിലേക്ക് അത് തേടാനുള്ള നീക്കങ്ങളിലേക്ക് അദ്ദേഹവും കടക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ച് ഈ നടപടികൾ ഇത്രയധികം വേഗത്തിലാക്കിയ സാഹചര്യത്തിൽ അറസ്റ്റിലേക്ക് ഉടൻ കടക്കാൻ നീങ്ങും. നിലവിൽ പ്രിയരെ, നമ്മൾ ചോദിക്കുകയാണ്, സത്യസന്ധവും നീതിപൂർവവുമായ ഒരു ആഭ്യന്തരമാണോ നമ്മുടെ നാട്ടിൽ കൈകാര്യം ചെയ്യുന്നത്? സത്യസന്ധവും നീതിപൂർവവുമായ വാർത്തകളാണോ ഈ ചാനലുകാർ പ്രചരിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വാർത്ത കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. ഇതിനു മുൻപ്, അതായത് പോലീസ് സ്വമേധയാ എടുത്തൊരു കേസുണ്ടായിരുന്നു. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ശബ്ദരേഖകളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസ് സ്വമേധയാ എടുത്ത കേസ് തിരുവനന്തപുരം യൂണിറ്റിലെ ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള ഷാജി ആയിരുന്നു അന്വേഷിച്ചു വന്നത്. ആ സംഘത്തിൽ ഒരു പക്ഷേ ഈ കേസിന് പോയേക്കില്ല, പകരം ഒരു പുതിയ സംഘം വന്നേക്കും. അങ്ങനെയാണെങ്കിൽ അവരെ ഇന്ന് തന്നെ പ്രഖ്യാപിച്ച് അന്വേഷണത്തിൽ തുടർ നടപടി അടക്കമുള്ള കാര്യങ്ങൾ അതുണ്ടാകും. രാഷ്ട്രീയമായി ഇത് കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ചെറുതാകില്ല. കാരണം ഇതുവരെയുള്ള അവരുടെ പ്രതിരോധം അത് ഏതെങ്കിലും തരത്തിൽ പരാതിയോ കാര്യമായ ഒരു കേസോ മുഖ്യമുള്ള ഒരു പരാതിയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട ശബ്ദരേഖയിലെ പെൺകുട്ടി തന്നെ നേരിട്ട് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ഇതിനെ എങ്ങനെ വിശദീകരിക്കുമെന്നുള്ളത് രാഹുലിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും തലവേദനയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കോൺഗ്രസ് അപ്രതീക്ഷിതമായി ഏൽക്കുന്ന ഒരു ഇമ്പാക്ട് ആയി കൂടി ഇതിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞ ഈ സ്ത്രീ കെട്ടിയവനെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വഞ്ചനാക്കുറ്റത്തിന് ഈ സ്ത്രീയുടെ പേർക്കാണ് കേസെടുക്കേണ്ടത്. കാരണം കല്യാണം കഴിച്ചതിന് ശേഷം അത് മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ സ്ത്രീ ഇറങ്ങിപ്പുറപ്പെട്ടെങ്കിൽ തള്ളിപ്പറയാൻ തയ്യാറായത് മറ്റു നേതാക്കളൊന്നും രാഹുലിനെ ആ അർത്ഥത്തിൽ തള്ളിപ്പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതടക്കം പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കും. ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് അത് തദ്ദേശത്തിൽ തള്ളിപ്പറയാൻ തയ്യാറായത് മറ്റു നേതാക്കളൊന്നും രാഹുലിനെ ആ അർത്ഥത്തിൽ തള്ളിപ്പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതടക്കം പാർട്ടി
എന്നൊക്കെയുള്ള ആശങ്കയിലാണ് കോൺഗ്രസ്. അങ്ങനെ കോൺഗ്രസ് ആശങ്കയിലാകുമ്പോൾ പോലീസ് ആകട്ടെ അവരുടെ നിയമവഴികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. SK ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ പൂട്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ടോ മാറി എന്നാണ് വിവരം. അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിഖിൽ പ്രമേഷ് ഈ ഓഫീസിന്റെ മുന്നിൽ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. റിപ്പോർട്ടർ ചാനലിലെ അല്ലെങ്കിൽ 24 ന്യൂസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ മണ്ഡലത്തിൽ ഇല്ലതാനും പിന്നെ എങ്ങോട്ട് യാത്ര ചെയ്തു എന്ന് ആളുകൾ തിരക്കി നടക്കാം. പോലീസുകാർ മാധ്യമക്കാരെ അന്വേഷിച്ചു നടക്കുന്നത് പറയും. അത് സത്യ. പോലീസുകാരെക്കാളും കൂടുതൽ 24ഉം അതുപോലെ റിപ്പോർട്ടർ ചാനലുമാണ് എവിടെ പോയി എന്ന് പറഞ്ഞ് അന്വേഷിച്ചത്. എന്തൊരു ഉത്സാഹം നോക്കിയേ. ഈ ശബരിമല വിഷയത്തിലൊന്നും ഇവർക്ക് ഇത്ര ഉത്സാഹം കണ്ടില്ല. വെരി ഗുഡ് മോർണിംഗ്. പാലക്കാട്ടെ MLA എവിടെ? കഴിഞ്ഞ ഒരു 18 മണിക്കൂറോളമായി MLA കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവുമില്ല. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 4 മണിയോടുകൂടി 4 മണി പിന്നിട്ട് 24 ഈ വാർത്ത പുറത്തുവിടുമ്പോൾ കണ്ണാടിയിൽ നിഖിൽ കണ്ണാടി എന്ന KSUവിന്റെ മുൻ അധ്യക്ഷന് വേണ്ടിയുള്ള പ്രചാരണത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു രാഹുൽ. അവിടേക്ക് തിരിച്ചതായിരുന്നു. അപ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അത് വളരെ ഗൗരവം വഹിക്കുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ ഇരയാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയുടെ ഓഡിയോ പുറത്തു വന്നപ്പോഴും നിയമപരമായി തനിക്കെതിരെ കേസില്ലല്ലോ എന്നുള്ള പ്രതിരോധമായിരുന്നു രാഹുൽ പ്രധാനമായി മുന്നോട്ട് വെച്ചിരുന്നത്. അതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ പിടിവള്ളിയും. തനിക്കെതിരെ ഒരു പെൺകുട്ടിയും പോലീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമ സംവിധാനങ്ങളിൽ പരാതി നൽകില്ല എന്നുള്ള വലിയ കോൺഫിഡൻസ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ടോടുകൂടി നേരിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്ത ആഭ്യന്തര വകുപ്പിന് മുന്നിലെത്തിക്കൊണ്ട് ഈ പെൺകുട്ടി തന്റെ പരാതി ബോധിപ്പിക്കുമ്പോൾ രാഹുലിന്റെ എല്ലാ പ്രതിരോധവും പൊളിഞ്ഞു വീഴുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഞാനുള്ള പാലക്കാട്ടെ രാഹുലിന്റെ ഓഫീസ് അടച്ചു പൂട്ടിക്കൊണ്ട് രാഹുൽ ഇവിടുന്ന് കടന്നു കളയുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. നോക്കൂ, രാഹുലിന്റെ 3 ചുമതലയുള്ള രാഹുലിന്റെ സഹായികളുടെ നമ്പർ ഒന്നും വിളിച്ചാൽ കിട്ടില്ല. രാഹുലിന്റെ സ്വിച്ച് ഓഫ് ആണ്. രാഹുൽ എവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിവരവുമില്ല. നമുക്കറിയാം, ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ പാലക്കാട്ടെ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ആളുകളാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുള്ളത്. രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു ചെറിയ വിഭാഗം ആളുകളേ ഉള്ളൂ. അവരെപ്പോഴും എന്റെ പൊന്നു സുഹൃത്തെ, രാഹുലിനെ പിന്തുണയ്ക്കുന്നത് ചെറിയ വിഭാഗമല്ല. ഈ കേരളത്തിലെ ജനങ്ങൾ മൊത്തം രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. നുണകൾ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. കാരണം കമന്റ് ബോക്സിൽ കൂടെ കയറി നോക്കി അറിയാൻ പറ്റും. യാതൊരു തരത്തിലുള്ള അറിവില്ല. അത് രാഹുലിന്റെ കാറാണ്. MLA ബോർഡൊക്കെ ഉണ്ടായിരുന്ന രാഹുലിന്റെ കാറാണ്. ഈ കാർ ഇന്നലെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇവരിവിടുന്ന് മാറിയിട്ടുള്ളത്. നമുക്ക് ലഭ്യമാണ്. എന്റെ പൊന്നു സുഹൃത്തെ, കാർ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞു എന്നൊക്കെ പറയാനായിട്ട് രാഹുൽ മാങ്കൂട്ടം ആരെ കൊന്നിട്ടൊന്നുമില്ല, ആരെ ഒന്നും കവർന്നിട്ടുമില്ല. വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ SK ഇവിടുന്ന് ഏറ്റവും എളുപ്പത്തിൽ മാറി നിൽക്കാൻ കഴിയുന്നത് തമിഴ്നാട്ടിലേക്കാണ്, കോയമ്പത്തൂർ വഴി. അപ്പൊ ആ തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് രാഹുലിനൊപ്പം സന്തത സഹചാരിയായുള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം തൽക്കാലം അവിടേക്ക് മാറി നിൽക്കുകയാണ്. ഈ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിലടക്കം സന്തത സഹചാരിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് പറഞ്ഞു തൽക്കാലം അയാളങ്ങ് മാറി നിൽക്കുകയാണ്. കേക്കട്ടെ. ഒരു വ്യക്തത കൈവന്ന ശേഷമായിരിക്കും രാഹുൽ തിരികെ എത്തുക എന്നുള്ളതാണ് പറയുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറസ്റ്റ് ഭീഷണി മുന്നിലുണ്ട്. കേരള പോലീസ് വളരെ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു അറസ്റ്റ് രാഹുൽ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മടങ്ങി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ മണ്ഡലത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി ആയേക്കുമെന്നുള്ള ആശങ്ക രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അടക്കം ട്രാക്ക് ചെയ്തുകൊണ്ട് തന്റെ അരികിലെത്താൻ പോലീസ് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വളരെ ഗൗരവത്തിലാണ് ഇപ്പോൾ ഈ കേസ് തന്നെ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെ രാഹുലിന്റെ ഓഫീസിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി യുവമോർച്ച പ്രവർത്തകർ, യുവമോർച്ച DYFI പ്രവർത്തകർ ഇവിടേക്ക് തടിച്ചുകൂടി ഇവിടെ റീത്ത് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ വലിയ പോലീസ് കാവലായിരുന്നു ഇന്നലെ മുതൽ ഈ ഓഫീസ് ഉള്ളത്. എന്തായാലും രാഹുലിന് ഇപ്പോൾ ഓഫീസിലേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ആരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അതൊരു വലിയ പ്രതിസന്ധി തന്നെ ഈ MLAക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. എന്നിരിക്കെ പോലും ഈ ഓഫീസിന് ഇപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് SK ജില്ലയിലെ നേതാക്കളുടെ പ്രതികരണമാണ്. അതായത് രാഹുൽ ഈ 2ാം ഘട്ടത്തിൽ വേദികളിലൊക്കെ സജീവമായപ്പോഴും VK ശ്രീകണ്ഠൻ MP-ക്കൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. DCC പ്രസിഡന്റ് A തങ്കപ്പനൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. ഇവർ വേദിയിൽ വെച്ച് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ രാഹുലിനെ പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന് പറയുന്ന BJPയുടെ ജില്ലാ അധ്യക്ഷനെ രാഹുൽ പങ്കെടുക്കുന്ന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ പരിപാടിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിൽ പ്രതികരിച്ചുകൊണ്ട് മന്ത്രിമാർ. അത് പുതിയ അറിവാണല്ലോ, ഇറങ്ങിപ്പോകേണ്ട വന്നിട്ടുണ്ടെന്ന്. ഈ ചാനൽ, പ്രത്യേകിച്ച് 24 റിപ്പോർട്ടർ ചാനൽ, സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കിംവദന്തികൾ ജനങ്ങൾ മനസ്സിലാക്കണം. K കൃഷ്ണൻകുട്ടിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും രാഹുൽ പങ്കെടുത്ത വേദിയിൽ, സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും അയാൾ ഒരു തിരിച്ചുവരവിലേക്ക് സജീവമാകാൻ ഇരിക്കുന്നതിനിടയിലാണ് ഈ കനത്ത തിരിച്ചടി രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന് വേണ്ടി വലവിരിച്ചിരിക്കുന്നു പോലീസ്. പാലക്കാട് ജില്ലയിലാകെ എവിടെ ഉണ്ടെങ്കിലും രാഹുലിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിക്കുമ്പോൾ രാഹുൽ ക്യാമ്പ് കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാവുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നീൽ പരമേശ്വരാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ
ഓഫീസിന് മുന്നിൽ നമുക്കൊപ്പം ചേർന്ന്. ഇനി അടൂർ കടമ്പനാട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്. ആ വീടിന്റെ മുന്നിൽ ഇപ്പോൾ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം പ്രതിഷേധങ്ങളൊക്കെ അങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട് എന്നതിന്റെ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് കനത്ത പോലീസ് ബന്ദോബസ്തോടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിന്റെ മുന്നിൽ നിന്ന് AV ജയശങ്കർ കൂടി ചേരുന്നു. ജയശങ്കർ, ഈ എൻ്റെ ശ്രീകണ്ഠൻ നായർ, നിങ്ങൾ ഇതുപോലെ അതപ്പതിച്ച് പോകരുത് പ്ലീസ്. നമ്മുടെ പാലക്കാട് MLA കാണാനില്ല എന്നാണല്ലോ വാർത്ത. അപ്പൊ അദ്ദേഹം വീട്ടിലെത്തിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് SK. എന്തായാലും പാലക്കാട്ട് നിന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ രാഹുൽ വീട്ടിൽ തന്നെയായിരുന്നു ഏറെക്കുറെ 1 മാസത്തോളം സമയം ചെലവഴിച്ചത്. പക്ഷേ ഇത്തവണ എന്തായാലും നിലവിൽ രാഹുൽ ഇതുവരെ അടൂരിലെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും വീടിന് മുന്നിൽ പോലീസ് കാവലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനം ചെയ്തോ? പോലീസിന്റെ കൺട്രോൾ റൂം വെഹിക്കിൾ വീടിന് മുന്നിലേക്ക് ഇട്ടിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ വിവിധ സംഘടനകളുടെ ഉൾപ്പെടെ പ്രതിഷേധം ഈ വീട്ടിലേക്ക് പോലീസ് സംശയിക്കുന്നു. ആ സാഹചര്യത്തിലാണ് പാലക്കാട് MLAയുടെ വീടിന് മുന്നിൽ ഒരു പോലീസ് കാവൽ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാഹുൽ കേരളം വിട്ടു എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പോലീസിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നത്. പക്ഷേ അടൂരിലെ വീട്ടിലേക്ക് രാഹുൽ ഇതുവരെ എത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ രാഹുൽ എത്തിയത് ഈ വീട്ടിലായിരുന്നു. ഈ വീട്ടിലേക്ക് ആദ്യഘട്ടത്തിൽ DYFIയുടെ ഉൾപ്പെടെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഏറെക്കുറെ 1 മാസത്തോളം രാഹുൽ ഈ വീട്ടിൽ തന്നെ തുടർന്നു. പിന്നീട് തിരുവനന്തപുരത്തേക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് തിരുവനന്തപുരത്തേക്ക് പോയി. അതിനുശേഷം പാലക്കാട് മണ്ഡലത്തിൽ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇരയുടെ വെളിപ്പെടുത്തൽ തന്നെ വീണ്ടും പൊങ്ങി വരുന്നു. പിന്നാലെ ആ ഇര തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ആ പരാതിയിൽ ഇപ്പോൾ എന്തായാലും വലിയമല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഈ കേരളത്തെ സംബന്ധിച്ച് അടൂരിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും വലിയ ഒരു യുവ നേതാവാണ് നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. ആ നേതാവ് എത്ര ഉയരത്തിൽ പോയോ അതേ ഉയരത്തിൽ താഴേക്ക് വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കാരണം താഴേക്ക് വരുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടാൽ മതി, ജനങ്ങൾ കാണിയല്ല. ഈ അടൂരിനെ സംബന്ധിച്ച് വലിയ തോതിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ സ്വാധീനം ഉണ്ടാകുന്ന, ഭാവിയിൽ ഒരു മന്ത്രി വരെ ആകുമെന്നൊക്കെ ഈ നാട്ടുകാർ പ്രതീക്ഷിച്ച അത്തരത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് വന്നു. ഒരു മന്ത്രിയാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരാളെ തകർക്കാനുള്ള ശ്രമമാണ് ഈ ചാനലുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് മേടിച്ചതിന് ശേഷമാണ് ജനങ്ങളെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സ്ഥാനമില്ലാത്ത രീതിയിലേക്ക് ആക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഇങ്ങനെയുള്ള വാർത്താ ചാനലുകാരെ ജനങ്ങൾ പ്രത്യേകിച്ചൊന്ന് സൂക്ഷിക്കുക. ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണ്. ഈ കേരള രാഷ്ട്രീയത്തെ, ഈ കേരള കോൺഗ്രസിനെ തകർക്കാനായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയുമായിട്ടാണ് ഈ ചാനലുകാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇത് നീതിപൂർവമല്ലാത്ത ഒരു പ്രവർത്തനമാണ് ഈ ചാനലുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി തകർക്കാനായിട്ടും ഈ കേരളത്തിലെ ജനങ്ങളെ ഒറ്റുകൊടുക്കാനുമായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ ചാനലിൻ്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് റിപ്പോർട്ടർ 24 ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള നരഭോജികളായിട്ടുള്ള ചാനലുകാരെ തിരിച്ചറിയുക. ഇവർ സത്യസന്ധവും നീതിപൂർവവുമായിട്ടുള്ള വാർത്തകളല്ല ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. കൃത്യമായുള്ള ഒരു അജണ്ടയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി തകർക്കുക, ഈ നാടിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ നല്ലതായിട്ട് തന്നെ അംഗീകരിക്കണം. ഇവർ രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു സപ്പോർട്ടും കൊടുത്തിട്ടില്ല. അതുകൂടാതെ ഈ പറഞ്ഞാക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യങ്ങൾ ഈ വാർത്തകളിൽ കൂടെ ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ വാർത്തകളിൽ കൂടെ പറഞ്ഞിട്ടില്ല. കാരണം ഈ സ്ത്രീക്ക് ഒരു ഭർത്താവുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവർ മറച്ചു വെച്ചിരിക്കുകയാണ്. യുവതി എന്നും പറഞ്ഞിട്ടില്ല, പെൺകുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയരെ, നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. വരും ടൈമിൽ വീണ്ടും നമ്മൾ ഇതേ ടോക്കിങ്ങുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങളുടെ സ്വന്തം ഡിക്റ്റ് ന്യൂസ് കേരള.